ഇത് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ ചെയ്യുന്ന ഒരു സൈറ്റാണ്. ഒരു 1250 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടാണ് ഇവിടെ ചെയ്യുന്നത്. ഹായ്, 4.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 930 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും ആ വീടിന്റെ നിർമ്മാണ ചെലവ് ഏകദേശം എത്ര വരും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ ഹരി, അനുഗ്രഹത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. 930 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാനുകളൊക്കെ ഒന്ന് കാണാം. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് കം ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഇത് ഈ വീടിന്റെ 2D പ്ലാൻ ആണ്. 352 140 സെന്റിമീറ്റർ എന്ന അളവിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. 360 804 സെന്റിമീറ്റർ എന്ന അളവിലാണ് ലിവിംഗ് കം ഡൈനിങ് ഹാൾ വരുന്നത്. 300 360 സെന്റിമീറ്റർ എന്ന അളവിലാണ് ബെഡ്റൂം. 330 340 സെന്റിമീറ്റർ എന്ന അളവിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. വീടിന്റെ പ്ലാനും ഡിസൈനുകളും കണ്ടല്ലോ. നമുക്ക് വീട് നിർമ്മിക്കുന്നതിനായിട്ട് ഏകദേശം എത്ര ചെലവ് വരും എന്നുള്ളത് നോക്കാം. നമ്മുടെ വീഡിയോസിന് താഴെ മിക്കവാറും വരുന്ന കമന്റുകളൊന്നാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൂടുതലാണെന്നുള്ളത്. നമ്മൾ ശരിക്കും വർക്ക് എടുക്കുന്ന സമയത്ത് സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല വർക്ക് എടുക്കുന്നത്. ആ വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു സൈറ്റ് കണ്ടീഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് അതിന്റെ റേറ്റ് പറയുന്നത്. അല്ലാതെ ഒരു സ്ക്വയർ ഫീറ്റ് കണക്കിൽ നമ്മൾ വർക്ക് എടുക്കാറില്ല. ഇന്നത്തെ വീഡിയോയിൽ അത്യാവശ്യം ബജറ്റഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് പറയുന്നത്. ഇതിന്റെ കോസ്റ്റ് എത്ര എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് എർത്ത് വർക്ക് അതുപോലെ സൈറ്റ് ക്ലിയറിംഗ് ഒരു 16,000 രൂപയോളം നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. കരിങ്കല്ലിന്റെ വർക്ക് 1,36,000 രൂപ. അനുകളിൽ വരുന്ന ബെൽറ്റ് 66,000 രൂപ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ 2,19,000 രൂപയോളം നമ്മൾ ചെലവ് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ട് അതിൽ വരുന്ന എർത്ത് ഫില്ലിംഗ് 62,000 രൂപ. സൈറ്റിൽ നിന്ന് തന്നെ മണ്ണ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കോസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ വരുന്ന PCC ഫ്ലോറിംഗ് ഒരു 54,000 രൂപയും വരുന്നുണ്ട്. ബ്രിക്ക് വർക്ക് 1,92,200 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 90,000 രൂപ. റൂഫ് സ്ലാബ് 2,60,000 രൂപ. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ 7,62,000 രൂപയോളം നമ്മൾ ചെലവ് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് പ്ലാസ്റ്ററിംഗ് 2,18,000 രൂപ. പെയിന്റിങ് 1,72,000 രൂപ. 1,85,000 രൂപയോളം ഇതിന്റെ ടൈലിന്റെ കോസ്റ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് 1,90,000 രൂപ. ഡോർസ് ആൻഡ് വിൻഡോസ് 1,75,000 രൂപ. അതോടൊപ്പം തന്നെ ഒരു 25,000 രൂപയോളം മറ്റ് ചെലവുകൾക്കായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആകെ 18,48,000 രൂപയാണ് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് വരുന്നത്. ഇത് ഞാൻ അത്യാവശ്യം ഒരു ബജറ്റഡ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ 1,987 രൂപയാണ് ഈ വീട് നിർമ്മിക്കുന്നതിന്റെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല. നമുക്ക് അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞ് വർക്ക് എടുക്കാനോ അത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനൊന്നും പറ്റില്ല. വീടിന്റെ ഡിസൈൻ അതുപോലെ സൈറ്റ് കണ്ടീഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെ അനുസരിച്ച് നിർമ്മാണ ചെലവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് നമ്മൾ വർക്ക് എടുക്കാറുള്ളൂ. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.